ഗൈസ്, അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിലെ ഫൈനൽ വിൻ ചെയ്യുന്നു മോഹൻ ബഗാൻ. ISL ഷീൽഡും കപ്പും സ്വന്തമാക്കുന്നു. ഇപ്പൊ നമ്മൾ വിചാരിക്കും അവർ ഈ സീസണിൽ ഒന്ന് റിലാക്സ്ഡ് ആകുമെന്ന്. ഒന്നും കഴിഞ്ഞിട്ടില്ല. അടുത്ത സീസണിൽ ഇതിനേക്കാൾ വലുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് സഞ്ജീവ് ഗോയങ്കയും കൂട്ടരും വരും എന്നുള്ളതിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവും. ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഞാൻ ഫസ്റ്റ് ഹാഫ് കുറച്ച് റഷ് പരിപാടികളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഹാഫിലെ ചില കാര്യങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ആ ഒരു പ്രശ്നത്തിലായതുകൊണ്ട് മുഴുവനായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം കുറച്ച് ആ ഒരു രീതിയിലാണ് കണ്ടത്. അപ്പം അതിനുശേഷം ഞാൻ ഒരു ഫസ്റ്റ് ഹാഫിലെ ഒരു ഇതിലേക്ക് വന്ന സമയം ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു BFC ആണ്. കൂടുതൽ ഷോട്ട് വന്നത്, ഏതാണ്ട് 10ഓളം ഷോട്ട് വന്നു. അതിൽ 2 ഷോട്ട് ഓൺ ടാർഗറ്റ് വന്നു. പൊസിഷൻ കീപ്പ് ചെയ്തതൊക്കെ BFCയുടെ ഭാഗത്തു നിന്നായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഈ പറഞ്ഞൊരു കോൺട്രവേഴ്ഷ്യൽ ഇൻസിഡൻ്റ് ഉണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം. അതുപോലെ തന്നെ മോഹൻ ബഗാൻ ആദ്യ പകുതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ആകപ്പാട് 3 ഷോട്ട്, 1 ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് 49ാമത്തെ മിനിറ്റിൽ ഒരു ഓൺ ഗോൾ ആൽബർട്ടോ റോഡ്രിഗസിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നത്. അതിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഈ സീസണിൽ എത്രത്തോളം കോൺട്രിബ്യൂഷൻ മോഹൻ ബഗാന് വേണ്ടി നടത്തിയിട്ടുള്ള പ്ലെയറാണ് ആൽബർട്ടോ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഗോൾ സംഭവിക്കുന്നു. ഒരു ഗോളിലെങ്ങാനും മോഹൻ ബഗാൻ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അത് അവർക്കൊരു വലിയ വേദനയായി മാറിയേനെ. കാരണം ഒരു ഓൺ ഗോളിൻ്റെ പേരിൽ ഒരു ഫൈനൽ മത്സരം പരാജയപ്പെടുക എന്ന് പറയുന്ന സിറ്റുവേഷൻ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ചേഞ്ചസ് ഒക്കെ വരുത്തി ശക്തമായിട്ട് തിരിച്ചു വരവിൻ്റെ ഒരു രീതി നമുക്കറിയാം. അത്രത്തോളം ഒരു സ്ക്വാഡ് ഡെപ്ത് ഉള്ള ഒരു ടീമാണ് മോഹൻ ബഗാൻ എന്ന് പറയുന്നത്. അപ്പം ബാക്ക് ടു ബാക്ക് അറ്റാക്കിംഗ് പരിപാടികളിലേക്കൊക്കെ വന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു പെനാൽറ്റി സിറ്റുവേഷൻ കിട്ടുന്നത്. സോ സാന സിംഗിൻ്റെ കൈകളിൽ തട്ടിയിട്ടുള്ള ആ ഒരു ഹാൻഡ് ബോൾ ഇൻസിഡൻ്റ് ആണ് പെനാൽറ്റി ആയി മാറുന്നതും പിന്നീട് കമ്മിങ്സ് ഗോളാക്കി മാറ്റുന്നത്. അപ്പം ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻ വരുന്നത്. ഇപ്പം ആദ്യം അത് ഹാൻഡ് ബോൾ കൊടുത്തു, പെനാൽറ്റി കൊടുത്തു. ആദ്യ പകുതിയിൽ സുഭാഷിഷ് ബോസിൻ്റേതും ഏതാണ്ട് സമാനമായി. പക്ഷേ അത് നാച്ചുറൽ പൊസിഷനാണോ അൺനാച്ചുറൽ പൊസിഷനാണോ എന്ന് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജാണ്. ഞാൻ പറഞ്ഞൊരു ആദ്യ പകുതിയിൽ എനിക്ക് കുറച്ച് മിസ്സായി പോയതുകൊണ്ട് ഞാൻ ഹാഫ് ടൈം ബ്രേക്കിലാണ് ആ സംഭവം കണ്ടിട്ടുള്ളത്. അപ്പം ആ ഒരു പൊസിഷൻ്റെ കാര്യത്തിൽ അൺനാച്ചുറലിൻ്റെയും നാച്ചുറലിൻ്റെയും ഇടയ്ക്കിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പെനാൽറ്റി ഡിസിഷൻ ഒരു കറക്റ്റ് പെനാൽറ്റി ആണെന്നുള്ളത് നിലവിലത്തെ ഒരു അഭിപ്രായത്തിലില്ല. ഇനി ഞാൻ വേറെ വിഷ്വൽസ് കണ്ടിട്ട് അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എത്തുകയാണെങ്കിലേ ഉള്ളൂ. എന്താണെങ്കിലും അങ്ങനെ ഒരു പിന്നീട് മോഹൻ ബഗാൻ്റെ ഒരു ഡോമിനേഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് 90 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഏതാണ്ട് ആദ്യ പകുതിയിലും വെറും 3 ഷോട്ട് മാത്രം ഉതിർത്തിട്ടുള്ള മോഹൻ ബഗാൻ 17 ഷോട്ടുകളാണ്. അതിൽ 5 ഷോട്ട് ഓൺ ടാർഗറ്റും. ബംഗളൂരു FCയെ രണ്ടാം പകുതിയിൽ ഒന്ന് കുഴയ്ക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെയാണ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോയത്. എക്സ്ട്രാ ടൈം തുടങ്ങി 6ാമത്തെ മിനിറ്റിൽ തന്നെ മക്ലാറൻ വെടിപൊട്ടിച്ചു. അത് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള യുവേർട്ടിൻ്റെ ഒരു അസിസ്റ്റാണ്. അതൊരു ബ്രില്യൻ ബോൾ. അത് മക്ലാറൻ ഷീൽഡ് ചെയ്ത് ഒന്നാം തരമായിട്ടൊരു ടേൺ നടത്തിയിട്ട് ഗുർപ്രീതിൻ്റെ കാലുകൾക്ക് ഇടയിലൂടെയാണ് അത് അടിക്കുന്നത്. സാധാരണഗതിയിൽ വേണമെങ്കിൽ അതൊരു സേവ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഞാൻ പറഞ്ഞത്. സേവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഒരു ബ്രില്യൻ സേവ് എന്ന നിലയിൽ കളിയെ രക്ഷിച്ച തരത്തിലൊക്കെയുള്ളൊരു സേവ് എന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഗുർപ്രീതിനെ രക്ഷിക്കാനായില്ല. സോ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ 90 മിനിറ്റ്സിനൊക്കെ ശേഷം മോഹൻ ബഗാൻ്റെ പ്ലേയേഴ്സ് സഹലൊക്കെ വന്നിട്ട് എന്താണ്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഏറ്റവും എടുത്ത് പറയേണ്ട ആഷിക്കിൻ്റെ ഒരു മൊമെൻ്റാണ്. 2 പ്ലേയേഴ്സിനെ ഡ്രിബിൾ ചെയ്തിട്ട് ലെഫ്റ്റിലൂടെ കട്ട് ചെയ്തിട്ട് ഒരു ഷോട്ട്, അത് ഗോളായിരുന്നെങ്കിൽ ഒരു കിടിലൻ സാധനമായിട്ട് മാറിയാനെ. എന്താണെങ്കിലും അങ്ങനെ ഈ ഒരു മത്സരം 2-1 എന്ന് പറയുന്ന ലെവലിൽ എക്സ്ട്രാ ടൈമിൽ അവസാനിച്ചു. ഇപ്പം എക്സ്ട്രാ ടൈമിലൊന്നും ബംഗളൂരു FCക്ക് യാതൊരു വിധത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഉതിർക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോയി. ഈ ഒരു സീസൺ അവസാനിക്കുന്ന സമയത്ത് ഗോൾഡൻ ഗ്ലോ വിശാൽ കേത്ത് തന്നെ നേടുന്നു. അതിൽ സർപ്രൈസ് ഒന്നും ഇല്ല. അതുപോലെ ഗോൾഡൻ ബൂട്ട് അലാദീൻ അജാരി, ഗോൾഡൻ ബോൾ അലാദീൻ അജാരി തന്നെ സ്വന്തമാക്കുന്നു. അതുപോലെ എമർജിംഗ് പ്ലെയർ ആയിട്ട് മാറുന്നത് ബ്രൈസൺ ഫെർണാണ്ടസ് ആണ്. FC ഗോവയുടെ 7 ഗോളും 2 അസിസ്റ്റും നൽകി നല്ല പെർഫോമൻസ് ആണ് താരം നടത്തിയത്. അങ്ങനെ അദ്ദേഹത്തിന് അത് സ്വന്തമാക്കാൻ സാധിച്ചു. ബെസ്റ്റ് ഗ്രാസ് റൂട്ട് അവാർഡ് ജംഷഡ്പൂർ FCക്കും ബെസ്റ്റ് എലൈറ്റ് യൂത്ത് പ്രോഗ്രാമിൻ്റെ ഒരു അവാർഡ് പഞ്ചാബ് FCക്കുമാണ് ലഭിച്ചത്. സോ യൂത്ത് ഡെവലപ്മെൻ്റ് ആണ് ബ്രൂ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നൊരു ടീമുണ്ടല്ലോ, അതിൻ്റെ CEO ഒക്കെ ഗാലറിയിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ഏതാണ്ട് അവാർഡ് മേടിക്കാനായിട്ട് അവിടോട്ട് പോയതാണെന്ന്. ഒരു കാര്യമില്ലായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ISLലെ ഈ സീസണിലെ ഡബിൾ സ്വന്തമാക്കുന്നു. ഇനി ഒരു ട്രബിൾ സ്വന്തമാക്കുമോ, സൂപ്പർ കപ്പും കൂടി വിൻ ചെയ്ത് മോഹൻ ബഗാൻ എന്നുള്ളതാണ്. അതൊന്ന് ആലോചിച്ച് നോക്കുക. ഡുറൻ കപ്പിൻ്റെ ഫൈനൽ കളിച്ചു, ഇതാ ISL ഷീൽഡ്, ഇപ്പോൾ ട്രോഫി, ഇനി സൂപ്പർ കപ്പും കൂടെ വിൻ ചെയ്യുകയാണെങ്കിൽ ഒരു അൺസ്റ്റോപ്പബിൾ സീസൺ എന്ന് തന്നെ നമുക്ക് മോഹൻ ബഗാൻ്റെ ഈ സീസണെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഈ ഒരു മത്സരത്തെ പറ്റിയും
ഈ ഒരു ISL സീസൺ കഴിയുന്നതിന് ഒരു സാഹചര്യത്തിൽ എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു ഫീലിങ്സ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു കണക്ഷൻ സനിയ.